സ്ഫോടനം എങ്ങനെ? കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ 16-കാരൻ്റെ കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സംഭവം. പൊറ്റിയാമ്പള്ളി യദുകൃഷ്ണന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് ബോംബ് സ്ക്വാഡെത്തി പരിശോധന നടത്തി. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന് UDF ആരോപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് നിന്നും ബോംബിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു എന്ന രാഷ്ട്രീയ ആരോപണം കൂടി UDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു. CPM നേതാവിന്റെ ബന്ധുവിന്റെ വീട്ടിലാണ് സ്ഫോടനം നടന്നതെന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിനാവശ്യമായ പരാതി പോലീസിന് നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേത്രസ്ഥലത്തു നിന്നും ലഭിച്ച പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് ഇത്തരത്തിൽ അപകടത്തിനിടയാക്കിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഇക്കാര്യങ്ങൾ UDF നേതൃത്വം അംഗീകരിക്കുന്നില്ല. വില്യാപ്പള്ളി നഗരത്തിൽ ഇന്ന് വൈകിട്ട് പ്രതിഷേധ പ്രകടനവും അവർ നടത്തിയിട്ടുണ്ട്.